ഇനി നമുക്കതിൻ്റെ ഹാൻഡ്സ് ചെയ്തെടുക്കാം. കൈകൾ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യുക. അതിൻ്റെ ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ഒരു ടൈലൻഡ് നമുക്ക് നല്ലോണം വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ഈ 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് സ്റ്റിച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ട് നമ്മൾ സെക്കൻഡ് റൗണ്ടാണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിനിലും 2 സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. 6 സ്റ്റിച്ചിനെ 12 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ. ഫോർത്ത് സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ. ഫിഫ്ത്ത് സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ. ആറാമത്തെ സ്റ്റിച്ച് നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചാണ്, അതിലും നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഈ ടൈലൻഡ് ഈ ഒരു ഇവിടെ ഒരു സർക്കിൾ കാണുന്നുണ്ടല്ലോ, അപ്പോൾ ആ ടൈലൻഡ് ഒന്ന് നല്ല വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. സർക്കിൾ റിമൂവ് ആയി കിട്ടും. ഇത് നമ്മൾ ഓരോ ചെയിനിലും അടുത്ത റൗണ്ടിൽ തേർഡ് റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് 1 2 3 4 5 6 7 8 9 10 11 12. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മൾ 4ാമത്തെ റൗണ്ട് മുതൽ 16ാമത്തെ റൗണ്ട് വരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 5ാമത്തെ റൗണ്ട് ചെയ്യാനായി 4ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിലൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഇവിടുന്ന് 16 റൗണ്ട് 4 മുതൽ 16 റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള സ്റ്റിച്ച് ചെയ്യുക. ഓരോ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക, സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിൽ വീണ്ടും സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, സ്റ്റിച്ച് മാർക്കർ വെക്കുക. അങ്ങനെ നമ്മൾ 16 റൗണ്ടും കൂടി 16 റൗണ്ട് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇവിടുന്ന് 16 റൗണ്ടിലോ 16 റൗണ്ട് എത്തുന്ന വരെ ഇവിടുന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 16 റൗണ്ടാണ് കിട്ടുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഫൈബർ ഫ്രിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈബർ ഫ്രിൽസ് ഇവിടെ ഈ ഒരു ഭാഗത്തേക്കാണ് ഞാൻ ആഡ് ചെയ്തത്, ഇവിടേക്ക് ഇല്ല. ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലേക്കും ഹുക്ക് ഇടുക. ഈ 2 ഭാഗത്തും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് 2 ലൂപ്പ് കിട്ടും, യാണോ ചെയ്യുക, 2 ലൂപ്പിനോട് പുറത്തേക്ക് എടുക്കുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 2, അടുത്ത സ്റ്റിച്ചിൽ 3, അടുത്ത സ്റ്റിച്ചിൽ 4, 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്യാം. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക, നമ്മൾ യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് അധികം ടൈലൻഡ് എടുക്കുന്നുണ്ട്, നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യാൺ കട്ട് ചെയ്തിട്ട് ഞാൻ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക.
ഇതേപോലെ നമുക്ക് ഒന്നും കൂടി ചെയ്തെടുക്കാം. 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ചെയ്തെടുത്ത കൈയിൻ്റെ ഈ ഒരു നമ്മൾ ടൈലൻ്റ് എടുത്തിട്ടുണ്ടല്ലോ, അത് ഈ ഒരു നീഡിലേക്ക് കോർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത് അവിടെ ആണല്ലോ നമ്മൾ ഈ ഒരു ബോഡീൻ്റെ പാർട്ടിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കൈ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത് നമ്മളെ ബാക്ക് സൈഡാണ്. ഇവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള ഭാഗമുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ബാക്ക് സൈഡ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബോഡിയിൽ നമ്മൾ 2 കൈകളും അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ലെഗ് കാലിൻ്റെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആയിട്ട് നമുക്ക് ഇതിൻ്റെ കാല് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാല് നമ്മൾ ഇവിടുന്ന് 1 2 3 4 5 6 7 8 9 9ാമത്തെ ആ ഒരു റോല് വെക്കുക. അതിന് ശേഷം നമുക്ക് ബീഡ്സ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ബീഡ്സ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഭാഗം റിമൂവ് ചെയ്ത് വീണ്ടും കറക്റ്റാക്കി വെക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ അടുത്ത ഭാഗവും വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു കൈ വെച്ചതിൻ്റെ നേരെ താഴെ തന്നെ ഈ ഒരു കാലും വെച്ച് കൊടുക്കുക. അതുപോലെ ഇതും നമുക്ക് ഇതേപോലെ ഈ ഒരു റൗണ്ട് ഇങ്ങനെ നോക്കിയിട്ട് ആ റൗണ്ടിലും വെച്ചിട്ട് നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം. ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കുക. എന്നിട്ട് അതിന് ഓക്കെ ആണെങ്കിൽ മാത്രം ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിമൂവ് ചെയ്തിട്ട് കറക്റ്റാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അങ്ങോട്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഹെഡ് വെച്ച് കൊടുക്കുക. ഹെഡ് വെച്ച് കൊടുക്കാനായിട്ട് ഇത് നമ്മൾ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് നമ്മൾ ഫ്രണ്ട് സൈഡ് വരുന്നത്. അതിങ്ങനെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അപ്പം ഈ ഒരു ഭാഗം ഇങ്ങനെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഹെഡിൻ്റെ ഭാഗത്ത് ടൈലൻ്റ് എടുത്തിട്ടുണ്ടല്ലോ, ആ ടൈലൻ്റിലേക്ക് നമുക്ക് നീഡിലൊന്ന് കോർത്ത് കൊടുക്കുക. വർക്ക് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ച ഒരു കാര്യമാണ്. നമ്മളിപ്പം ഈ ഹെഡ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹെഡ് ഇങ്ങനെ കറക്റ്റ് നിൽക്കില്ല, അങ്ങനെ ഇങ്ങനെ ഇളകി കളിക്കും. ആ ഒരു നമ്മൾ എത്ര ടൈറ്റിൽ സ്റ്റിച്ച് ചെയ്താലും ഈ ഹെഡ് ഒരു കറക്റ്റിൽ നിൽക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹെഡിൻ്റെ വെയിറ്റ് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ എത്ര സ്റ്റിച്ച് ചെയ്താലും ആ ഹെഡ് കറക്റ്റിൽ നിൽക്കാത്തത്. അപ്പം നമുക്ക് അതിനൊരു ഹാക്ക് ചെയ്യാം. ഞാനിപ്പം ഈ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ആ ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ബോഡിയിലേക്കും അതേപോലെ ഈ ഒരു ഹെഡിൻ്റെ ഭാഗത്തേക്കും വെച്ച് കൊടുക്കാം.
അതിന് ശേഷം നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ആ ഹെഡ് പിന്നെ ആ കറക്റ്റിൽ നമുക്ക് എന്താണ് ഇളകാതെ കറക്റ്റിൽ നിന്നോളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഹെഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് നമുക്ക് സെൻറ്ററിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം വേണമെങ്കിൽ ഫൈബർ ഫിൽസ് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫൈബർ ഫിൽസ് വേണമെങ്കിൽ കുറച്ച് അതിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മളെ വർക്കുകൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഹെഡ് ബോഡിയും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ബാക്ക് സൈഡിൽ നിന്നാണ്. അപ്പോൾ ബാക്ക് സൈഡിൽ ഇങ്ങനെ കറക്റ്റ് പിടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹെഡിൻ്റെ ഭാഗത്താണ് ഈ ഒരു യാണുള്ളത്. അപ്പോൾ നമുക്കിത് ബോഡിയിലേക്ക് വെച്ചിട്ട് വീണ്ടും ഹെഡിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് അവിടെ നിന്നോളൂ. ഈ ഒരു ഹാക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്പാണെങ്കിൽ എന്തായാലും എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വലിയ ഡോളൊക്കെ ആകുമ്പോൾ നമ്മൾ വലിയ സൈസിലുള്ള ആ ഒരു ഇത് നമ്മളെ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ചെറിയ സൈസ് ആയതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗണ്ണിൻ്റെ ഹാഫ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലൂ ഗൺ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇനി ടോയ്സ് അതിൻ്റെ മുകളിൽ കളിക്കുമ്പോൾ ഒന്നും പറ്റൂല. അതെല്ലാം സ്റ്റിക്കൊക്കെ വെക്കുമ്പോൾ പിന്നെ നമുക്കത് ഒരു ഡേഞ്ചറാണ്. ഗ്ലൂ ഗൺ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. ഇനിയിപ്പോൾ വാഷ് ചെയ്താലും ഗ്ലൂ ഗണ്ണിനൊന്നും സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലൂ ഗണ്ണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടുന്ന് ഈ കണ്ണ് കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് താഴത്തേക്ക് വെച്ചിട്ട് ഇവിടെ ഒരു 1 2 3 തേർഡ് ഇവിടുന്ന് ഇങ്ങനെ തേർഡ് വണ്ണിൽ ഒരു ബീഡ്സ് വെച്ചു. ഇതേ അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ 1 2 3 തേർഡ് വണ്ണിൽ നമ്മളൊരു ബീഡ്സ് വെച്ചു. പിന്നെ അവിടുന്ന് ഇങ്ങനെ 1 2 3 4 5 6 7 സെവൻത്ത് സ്റ്റിച്ചിൽ അതിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് നമുക്കൊരു ബീഡ്സും കൂടി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഈ ഒരു ബീഡ്സിലേക്ക് നമുക്ക്
1 2 3 മൂന്നാമത്തെ റോയിൽ ഒന്നും നാലാമത്തെ റോമിൽ ഇവിടുന്ന് 2 എണ്ണം വിട്ടിട്ട് ഇവിടെ മൂന്നാമത്തെ റോയിൽ അതുപോലെ ഇവിടുന്ന് 1 2 3 4 5 6 7ൽ ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മൂന്നാമത്തെ റോയിൽ പിന്നെ ഇവിടുന്ന് 3 എണ്ണം വിട്ടിട്ട് നാലാമത്തേൽ അങ്ങനെ നമുക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. One, 2, 3, 4, 5 ഇവിടെ നമുക്ക് ഈ ബീഡ്സ് വെച്ച് കൊടുക്കാം. ഇത് വെച്ചിട്ട് നോക്കാം കേട്ടോ, കറക്റ്റാണോ നമ്മൾ വെച്ച ഭാഗം എന്നൊക്കെ നോക്കിയിട്ട് അതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു യാണ് നമുക്ക് നൂല് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ 2 ഇയേഴ്സ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.